ഹായ് ഫ്രണ്ട്സ്, കറിക്കൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ഷാപ്പിലെ സ്റ്റൈല് ഒരു ബീഫ് കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.25 കിലോ ബീഫാണ്. ഇനി ഇതിലേക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആദ്യം വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 5 സവോളയാണ് എടുത്തിരിക്കുന്നത്. വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 സവോള മതിയാകുവേ. അത് നന്നായി നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു തക്കാളി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തത്, 1 സ്പൂൺ പെരുംജീരകം, ഒരു കറുവപ്പട്ട, 2.5 സ്പൂൺ മുളക് പൊടി, 2.5 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മീറ്റ് മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ബീഫിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് പച്ചവെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി അപ്പോൾ അതൊരു കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി സ്റ്റൗ ഓണാക്കി അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ടയും പെരുംജീരകവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സബോള പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ്, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞാണ് കേട്ടോ. സബോള ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. വഴന്ന് വന്ന സമയത്തേക്ക് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടെ ചേർത്ത് കൊടുക്കണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം, ഒരു പച്ച കുത്തലുണ്ടല്ലോ, അതൊന്ന് മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലേക്കാകും. തക്കാളിയും പച്ചമുളകും സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കാരണം നമ്മൾ ആദ്യം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് കുറേയധികം പൊടികൾ നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഒരു ഷാപ്പിലെ സ്റ്റൈൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള എരിവ് അതിന് വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും ചെയ്യുക കേട്ടോ. ഇപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് വന്നത് കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക്, കാരണം ബീഫിൻ്റെ വെള്ളം ഓൾറെഡി ഇതിലേക്ക് ഇറങ്ങും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഗ്രേവി ഒന്ന് അയച്ചെടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. ഗ്രേവി ഇപ്പം നന്നായിട്ട് അയഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഒരു തിള വരുന്നത് കണ്ടോ. ആ തിള വരുന്ന സമയത്ത്, തിള വന്ന് ചെറുതായിട്ട് എണ്ണയൊന്ന് തെളിയാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ബീഫ് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം ആ ബീഫിലേക്ക് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം. അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ചാറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമ്മൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ബീഫിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് നമുക്ക് ഇറങ്ങും. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ലേശം വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്കിവിടെ ചാറ് കുറവായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമുക്ക് ബീഫ് വേവാനായിട്ട് ഒരു ഏകദേശം നല്ലൊരു സമയം തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം നല്ല മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബീഫ് എന്തായെന്ന് നമുക്ക് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നന്നായിട്ട് തിളച്ച് പാകമായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ബീഫ് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.